മനോഹരമായൊരു ടർഫാണ്. ഇവിടെ എങ്ങനെയുണ്ട് പഠിക്കാനും നല്ല സാറാണ്. ഇവിടെ റൂമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ താമസിക്കുന്ന. അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഷമീർ ഖാന്റെ മകനെ ഇവിടെ അന്ന് ചേർത്തിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖല്ലേ? ഇതുപോലെ ഒരു വീഡിയോയിൽ വന്നിട്ട് നമ്മൾ കുറേ കാലമായി കേട്ടോ നമ്മളെ ചാനലിൽ. ഇപ്പം രാവിലെ 7:15 ഞാൻ സുബീക്ക് നേരത്തെ ഇറങ്ങി. ഞാൻ എൻ്റെ സുഹൃത്ത് മോസിൻ സക്കാഫി ഉണ്ട്. ഞാൻ കുറേ മുമ്പ് ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരുന്നു. ആ സ്ഥലം ഒന്നും കൂടി കാണാൻ, അവിടെ കുറച്ച് വിശേഷങ്ങളുണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഭാഗത്തുള്ളത്. രാമനാട്ടുകര ഭാഗത്തേ 2 വർഷം മുന്നേ നമ്മളൊരു ഹിഫ്ദുൽ ഖുർആൻ്റെ ഒരു കോളേജിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് വൻ ഫെസിലിറ്റിയിൽ കുട്ടികളെ ഹാഫിലാക്കണ ഒരു കോളേജിനെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അന്ന് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അവിടെ കുട്ടികളൊക്കെ വന്ന് അഡ്മിഷനൊക്കെ എടുത്ത് അവിടെ നിന്ന് 3 കുട്ടികൾ ഹാഫിലായി. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മൾ പരസ്യം ചെയ്താണല്ലോ നേരത്തെ. അപ്പോൾ പിന്നെ ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണാനും അതിൻ്റെ ഫുൾ ഫെസിലിറ്റീസ് നമ്മളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വർക്കിംഗ് ടൈമിലാണ് നമ്മൾ വന്നത്. അപ്പോൾ അത് കാണാനും ആ കുട്ടികളുടെ ആ ഒരു ഹാഫിൽ ആയ ആ ഒരു മൊമെൻറ്റിൽ പങ്കെടുക്കാനൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മളെ മുന്നിലാണ് പോണ വണ്ടി ആ വണ്ടിയിലൊരു ഉസ്താദുണ്ട്. ആ ഉസ്താദിനെയാണ് പരിചയപ്പെടുത്തി. ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ ഉസ്താദിൻ്റെ ഖുർആൻ പാരായണം കേട്ടിട്ടുണ്ടാവും. മനോഹരമായ രൂപത്തിൽ പാരായണം ചെയ്യുന്ന ഒരു ഉസ്താദാണ് കാണുന്ന ബിൽഡിങ്. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. അന്ന് എൻട്രൻസ് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അന്ന് എൻട്രൻസ് പറഞ്ഞാൽ അന്ന് പണി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ ഭാഗത്ത് കൂടെ നമ്മളന്ന് വന്നത്. വണ്ടി തട്ടാൻ സാധ്യതയില്ല. ഏതായാലും പോയി നോക്കാം. ദൂരം ആ ബിൽഡിങ് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. കോഴിക്കോട് മർക്കസിലെ പ്രധാനപ്പെട്ട ഹിസ്ബിന്റെ ഒക്കെ ഉസ്താദ് ഹനീഫ് സക്കാഫി ഉസ്താദ്. ഞാനും മർക്കസിൽ പഠിച്ച സമയത്ത് ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഷമീർ അസ്ഹരി ഉസ്താദ് നോളജ് സിറ്റിയിലെ മസ്ജിദുൽ ഫുത്തൂഹിലെ ഇമാമാണ്. അവരൊക്കെയാണ് ഇതിന്റെ അക്കാദമിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് അത്രയും ക്വാളിറ്റി ഉള്ള ഉസ്താദന്മാർക്ക് കീഴിലാണ് ഇവിടെ ഹിഫ്ദ് പഠനം കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ബിൽഡിങ്ങും സൗകര്യങ്ങളൊക്കെയാണ്. ഞാൻ അവരുടെ ഓഫീസിലേക്ക് ഇങ്ങനെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്ലാസ്സും സൗകര്യമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇവിടുത്തെ ക്ലാസ്. ഇവിടെ കുറേ കുട്ടികൾ ഇരുന്ന് ഖുർആൻ പഠിക്കുന്നുണ്ട്. നമ്മളൊരു സുഹൃത്തും കൂടിയാണ് ഇവിടെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. നമ്മളെ സുഹൃത്ത് യൂസുഫ് സക്കാഫി ഹാഫിളാണ്. ഞാൻ 2 വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് 3 കുട്ടികൾ ഹിഫ്ദ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങുക എന്നുള്ളൊരു സന്തോഷം. അതുപോലെ ഒരു കുറഞ്ഞ കുട്ടികൾക്ക് ഇവിടെ ഹിഫ്ദിൽ ചേരാനുള്ളൊരു അവസരം ഉണ്ടല്ലേ? ഫുൾ ഫ്രീ ആയിട്ടാണ് ഇവിടുത്തെ പഠനം. ഒരു ഫീസ് ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. കുട്ടികൾക്ക് വളരെ ഉഷാറായി പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ 26 കുട്ടികളുണ്ട്. 26 കുട്ടികളുണ്ട്. ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കണ ഒരു സിസ്റ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കാൻ. നാടെവിടെ? അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 ആയത്ത് ഓതാൻ പറ്റുമോ? കുറച്ച് ശബ്ദത്തിൽ ഓതി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا إن الله لعن الكافرين وأعد لهم سعيرا. ഇത്രയും വലിയ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുള്ളൂ കേട്ടോ. അപ്പം അത്രയും ഫെസിലിറ്റി ഭയങ്കര കുടുസായ രൂപത്തിലൊന്നല്ല, നല്ല സൗകര്യത്തിലാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു ഫെസിലിറ്റീസ് ഇവിടെ ഉള്ളത്. 2ാമത്തെ ഒരു ക്ലാസ്സാണിത്. ഇവിടെയും കണ്ട വലിയ ക്ലാസ് റൂമാണ്. കുറഞ്ഞ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ ഇരുന്ന് പഠിക്കാൻ പറ്റിയ സൗകര്യമുള്ളത്. അസ്സലാമു അലൈക്കും. ഞാൻ 2 വർഷം മുന്നേ ഇതിൻ്റെ വർക്ക് നടക്കുമ്പോൾ വന്നതാണ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്കിതൊന്ന് കാണണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. കുട്ടികളുടെ ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കാം. തെർത്തിയിൽ പറഞ്ഞ ഈ ഒരു ഖുർആൻ അക്കാദമിയിൽ എങ്ങനെയുണ്ട് പഠനം നോക്കാം. അസ്സലാമു അലൈക്കും. അവൻ്റെ പേരെന്താ? മുഹമ്മദ് ഫാക്കി. ഇവിടെ എങ്ങനെയുണ്ട് പഠിക്കാനും നല്ല സാറാണ്. വീട്ടുകാർക്കൊക്കെ നല്ല സന്തോഷമാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയാൽ. സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ. തെർത്തിൽ എന്ന് പറയുന്ന ഈ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ആരംഭിച്ചിട്ട് 3 കുട്ടികൾ ഇന്ന് ഹിഫ്ദ് പഠനം പൂർത്തിയാക്കുകയാണ്. അവർക്കുള്ളൊരു അനുമോദന ചടങ്ങ് കൂടെയാണ് ഇന്നിവിടെ നടക്കുന്നത്. അവരുടെ രക്ഷിതാക്കളും എല്ലാവരും ഈ സന്തോഷ നിമിഷത്തിൽ ചേരാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ സൗജന്യമായി ഉപയോഗിക്കാം. അതിലേക്ക് ഒരു സ്വിമ്മിംഗ് പൂള് കൂടെ ഉദ്ഘാടനം ചെയ്യാണെന്ന് സയ്യിദ് തുറാബ് തങ്ങളാണ് അത് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിന്റെ പ്രധാന കാര്യദർശികളിൽ പെട്ട ഒരാൾ കൂടെയാണ് സയ്യിദ് തുറാബ് തങ്ങൾ. ഉസ്താദാണ് തെർത്തിൽ
ഖുർആൻ കോളേജിൻ്റെ അക്കാഡമിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണത്. ഇവിടെ നമ്മൾ കുട്ടികളെ എടുക്കുന്നത് 6ാം ക്ലാസ്സിലേക്കാണ്. 5ാം ക്ലാസ് പൂർത്തിയായതിനു ശേഷം സ്കൂൾ 6ാം ക്ലാസ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ പഠനം കൊടുക്കുന്നത് ഇംഗ്ലീഷ് മീഡിയമാണ്, കേരള സിലബസാണ്. അപ്പോൾ ഹിഫ്ളിൻ്റെ വിഷയത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. നമ്മളിവിടെ റൂമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ താമസിക്കുന്ന. നമ്മൾ ഡബിൾ കട്ടിൽ ചെയ്തിട്ടില്ല. അത് അത്രയും വിശാലമായിട്ട് അവർക്ക് താമസിക്കാൻ കഴിയണം എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ കൂടെ ചെയ്യാൻ നമുക്ക് 10-60 കുട്ടികൾക്കുള്ള സൗകര്യം ചെയ്യാൻ കഴിയും. അത് വേണ്ട. അപ്പോൾ നമ്മൾ ഉള്ളത് കടഞ്ഞെടുത്ത കുട്ടികളായിരിക്കണം. ഷമീർ ഉസ്താദിനെ കുറേ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ അടുത്ത കാലത്ത് മർക്കസ് നോളജ് സിറ്റിയിലെ ഒരു നിസ്കാരത്തിൻ്റെ ഒരു വീഡിയോ ഫേമസ് ആയിരുന്നു. അപ്പോൾ കുറേ ആളുകൾ ആ ഓത്തൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് 2000 നല്ല അടിപൊളിയായിട്ട് പോകുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. സമയത്തിലായതുകൊണ്ട് കുട്ടികൾ അങ്ങനെ അടിപൊളിയാവണ്ടല്ല. ഇതാണ് ക്ലാസ് റൂം. ആധുനികമായ രൂപത്തിൽ തന്നെ സജ്ജീകരിച്ച ക്ലാസ് റൂമാണ്. ആൻഡ്രോയിഡ് TV ഉണ്ട്. പിന്നെ കുട്ടികളുടെ സീറ്റൊക്കെ നല്ലൊരു അത്രയും ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഷമീർക്ക് ആലപ്പുഴയിലെ ഷമീർക്ക് നമ്മളെ അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഷമീർഖാൻ്റെ മകനെ ഇവിടെ അന്ന് ചേർത്തിയാണ്. അൽഹംദുലില്ലാ സന്തോഷമാണ്. അൽഹംദുലില്ലാ 2 വർഷമായി. പെട്ടെന്ന് നിങ്ങളെ മകനൊരു ഹാപ്പിലായി പുറത്തിറങ്ങട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ട്. അവരൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് എത്തിയെന്നാണ് പറഞ്ഞത്. ഏതായാലും എനിക്കും വളരെ സന്തോഷമുണ്ട്. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെ മകനൊരു ഹിഫ്ളിൽ കൊടുന്ന് ചേർത്തി നിങ്ങളെ മകനൊരു ഹാപ്പിലായി നമുക്ക് കിട്ടുമല്ലോ കൂലി. ഏതായാലും ഒരുപാട് സന്തോഷം. ദുആ ചെയ്യാം. വളരെ ആധുനികമായ രൂപത്തിൽ ഖുർആൻ പഠിക്കാനുള്ള സിസ്റ്റമാണ്. ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണ് പഠിക്കാൻ. അവൻ്റെ പേരെന്താ? അഷ്ഫാഖ്. ഇവിടെ എങ്ങനെയാണ് പഠിക്കൽ? ഖുർആൻ്റെ ഓത്തിട്ട് അത് കേട്ട് പഠിക്കും. ഹെഡ്ഫോണൊക്കെ വെച്ച് കേട്ടിട്ട് പഠിക്കും. അത്രയും ആധുനികമായ സജ്ജീകരണങ്ങളാണ് കേട്ടോ ഖുർആൻ പഠിക്കാൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ടർഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് കോളേജിൻ്റെ മുകൾ ഭാഗത്താണ് കേട്ടോ. മനോഹരമായൊരു ടർഫാണ്. ചെറിയ കുട്ടികളല്ല, അവർക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ സൗജന്യമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഇതുപോലെ സൗജന്യമായിട്ട് ഇനിയും 15 കുട്ടികൾക്ക് മാത്രം ചേരാനുള്ളൊരു അവസരമുണ്ട് ഈ വർഷം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഷമീർ ഉസ്താദ്? എങ്ങനെയാണ് അത്? 15 കുട്ടികൾക്ക് ആദ്യം വരുന്ന 15 കുട്ടികൾക്കല്ല അവസരം. നമ്മുടെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ 5ാം ക്ലാസ് പൂർത്തിയായ കുട്ടികൾ, അവർക്ക് ഖുർആൻ എവിടെ മറിച്ച് കൊടുത്താലും നോക്കി ഓതാൻ കഴിയണം. അങ്ങനത്തെ കുട്ടികൾ നമ്മൾ ഇൻ്റർവ്യൂ നടത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. صدق الله العظيم. ഏതായാലും മനോഹരമായി. ഇത് കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട്. ഇതിനുള്ള സിറ്റിയിൽ നിസ്കരിക്കാൻ വന്നാൽ മതി അല്ലേ? ഇൻഷാ അല്ലാഹ്. അടുത്ത തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ. നമുക്ക് ഓതാൻ